അങ്ങനെ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ 7 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വോട്ടവകാശമൊക്കെ രേഖപ്പെടുത്തി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇതാ ഒരാൾ വളപ്പല്ലിങ്ങനെ അടിച്ചു വാരുന്നുണ്ടേ. ആ അടിച്ചു വാരുന്ന ചൂല് നമ്മളെ പീടിയെന്നടുത്ത് തന്നെയാന്നേ. അപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം ലീവായതുകൊണ്ട് കുറച്ച് വളപ്പിലെ പണിയെല്ലാം തീർക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാന്നേ. വാഴയുണ്ട്, അതുപോലെ തന്നെ കിഴങ്ങ് കിളക്കാനുണ്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഇന്ന് രാവിലെ തന്നെ തീർക്കാന്ന് വിചാരിച്ചേ. ഇപ്പൊ ഇത് നമ്മളെ റോബസ്റ്റ് പഴാന്നേ, അത് ശരിക്കായില്ല. അപ്പൊ ഇന്ന് അത് കൊത്തുന്നില്ല. അങ്ങനെ നമ്മളെ റോബസ്റ്റ് കായെല്ലാം നോക്കി അതിനോടെല്ലാം കുറച്ച് വർത്താനം പറഞ്ഞതിന് ശേഷം കൂടെ ഇല്ലാത്തുനിന്ന് ആദ്യം തന്നെ വേഗം ബായിക്കോട്ട് അല്ലെ പടന്നാന്നൊക്കെയാന്നേ ഇവിടെ ഇതിന് പറയാ. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ നമ്മളെ മാർക്കറ്റിലുള്ള ഷോപ്പിൽ പി കുഞ്ഞിരാമൻ സൺസ് മുത്തുമാരിയമ്മൻ കോവിലിന്റെ തൊട്ട് സൈഡിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ വിലക്ക് അതൊക്കെ സ്വന്താക്കാൻ പറ്റുവേ. ഈ കയ്യിലുള്ള കത്തിയാളും ഒക്കെ നമ്മളെ ഷോപ്പിലുള്ള പ്രൊഡക്റ്റുകളാന്നേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കപ്പ കളക്കാനുള്ള പരിപാടിയിലാന്നേ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കൃഷിയോടും ചെടിയോടെല്ലാം കുറച്ച് താല്പര്യം ഉണ്ടെങ്കിലും വളപ്പിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ സമയം കിട്ടാറില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളേ. അപ്പോൾ അതിൻ്റെ കമ്പെല്ലാം നമ്മൾ കൊത്തിയതിന് ശേഷം അതിൻ്റെ മിരട്ടിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു വെച്ച് എന്നാൽ കുറച്ചൊരു സോഫ്റ്റായി കിട്ടും മണ്ണ്. ഇനി ആദ്യം കൊള്ളി നടാൻ വേണ്ടിയിട്ട് അത് സൈസാക്കി വെക്കലാന്നേ. അപ്പോൾ അമ്മയാന്നേ ഇതിങ്ങനെ കൊത്തിയിട്ട് സൈസാക്കി വെക്കുന്നത്. ആ മണ്ണിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനിയുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിറകെല്ലാം കീറാനുണ്ട്. അതെല്ലാം കീറിയിട്ട് വേണം ഇനി ആ കപ്പ നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിറകൊക്കെ കീറാനുള്ള മഴു നമ്മളെ പീടിയിൽ നിന്ന് എടുത്തതാന്നേ. പീടിയയിൽ GI പൈപ്പുള്ള നല്ല മഴുകളൊക്കെ നമ്മളെ പീടിയയിൽ അവൈലബിൾ ആണേ. അപ്പോൾ അതൊക്കെ കീറിയതിന് ശേഷം ബാക്കി ഇനി ആ കപ്പ പൊരിച്ചെടുക്കാതാന്നേ. നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് വിറകെല്ലാം കീറിയിട്ട് വരുമ്പോഴേക്കും കുറച്ചൊന്ന് സോഫ്റ്റ് ഇട്ടായിരുന്നു. പക്ഷേ അധികം അങ്ങനെ ഇളകി വരുന്നുണ്ടായിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കപ്പ കുറച്ച് ഉള്ളിലേക്ക് നല്ലോണം ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വായിക്കോട്ട് എടുത്തിട്ട് കുറച്ചൊന്ന് മണ്ണൊക്കെ ഇതാക്കിയതിന് ശേഷമാണേ ഞാൻ ബാക്കി ഇളക്കി മാറ്റിയതേ. അപ്പോൾ സംഭവം ഇതാ ഇങ്ങനെയാണേ കിട്ടിയത്. കുറച്ച് നീളത്തിൽ അങ്ങ് പോയിട്ടുണ്ടായിരുന്നേ. ഏതായാലും കപ്പ പൊരിച്ചെടുത്തപ്പോൾ ഹാപ്പി ആയിരുന്നേ. ഒന്ന് നല്ല നീളത്തിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്ന് ചെറുത്, പിന്നെ ഒന്ന് ഒരു കുറച്ചും കൂടി ഒരു മീഡിയം സൈസും കൂടി ഉണ്ടായിരുന്നേ. വേറൊരു സ്ഥലത്തും കൂടി കപ്പ ഉണ്ടായിരുന്നു, അത് ഒരു മീഡിയം ടൈപ്പിലാണേ നമുക്ക് കിട്ടിയത്. ഏതായാലും അടിപൊളിയായിട്ട് തന്നെ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയൊക്കെ പൊരിച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ച് ഇനി ബാക്കി ആദ്യം ഇനി കൊള്ളി കുത്തിവെക്കലാന്നേ അടുത്ത കപ്പ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാന്നേ നമുക്ക് ഇന്ന് കിട്ടിയ കപ്പ. ഏകദേശം ഒരു 8 കിലോളം കപ്പ നമുക്ക് ഇന്നത്തെ വിളവെടുപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം വീട്ടിലും 2-3 കൊള്ളി നമ്മൾ പുതിയത് കുത്തിവെച്ചു. അതിനുശേഷം നമ്മളെ പറമ്പത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് കൊള്ളി അവിടെ കൂടി കുത്തിവെച്ചിട്ടുണ്ടായിരുന്നേ. പറമ്പത്ത് പോയിട്ട് അവിടെ കുറച്ച് കാട് പിടിച്ചിട്ടെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ബായിക്കോട്ടുകൊണ്ട് കളിച്ചിതാക്കി ആ കപ്പ നടാൻ വേണ്ടി മാത്രം അവിടെ ഒന്ന് കുറച്ച് സെറ്റപ്പ് എല്ലാം ആക്കിയിട്ട് അവിടെ നമ്മൾ ഇന്ന് കൊണ്ടുപോയ കൊള്ളിയൊക്കെ കുത്തിവെച്ചിട്ട് നനച്ചിട്ടാന്നേ തിരിച്ച് വീട്ടിലേക്ക് വന്നതേ. അതിനുശേഷം വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള മണലിൽ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സമീർ ബായിൻ്റെ അടുക്ക പോയിട്ട് താടിയും മുടിയെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് സുന്ദര കുട്ടപ്പനാവാന്ന് വിചാരിച്ചു. കുറേ ദിവസമായി വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താടിയും മുടിയെല്ലാം മുറിച്ചിട്ട് കുറച്ചൊരു വൃത്തിയും മേനാരത്തിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.